ഫ്രണ്ട്സ്, അപ്പോൾ ഔട്ട്ഡോർ പ്ലംബിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗങ്ങളാണ് നമ്മൾ ടാങ്ക് ലൈൻ അടിക്കുന്ന ഭാഗം. ഏറ്റവും കൂടുതൽ ഫിറ്റിങ്സുകൾ കമ്മിയാക്കുന്ന ഏരിയ ആയിരിക്കും ടാങ്ക് ലൈൻ വരുന്ന ഭാഗം. അപ്പോഴാണ് കറക്റ്റ് വെള്ളത്തിന് ഫ്ലോ കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് ഒരു കയർ അടിഭാഗത്തേക്ക് ഇട്ടിട്ട് കറക്റ്റ് വാട്ടർ ലെവൽ നോക്കും. വാട്ടർ ലെവൽ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൺസൈഡിൽ ഏത് ഭാഗത്ത് ഹോൾ അടിക്കുമ്പോൾ ബാത്റൂമിൻ്റെ വെൻറ്റ് വരുന്നുണ്ട്, ആ വെൻറ്റിൻ്റെ അവിടേക്കൊക്കെ വരാത്ത രീതിയിൽ നമ്മൾ ഹോൾ അടിക്കുന്നത് കേട്ടോ. ആദ്യം മോൾ ഭാഗത്തു നിന്നാണ് ഹോള് പൊളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗത്തേക്ക് നൂലിട്ടിട്ടാണ് അടുത്ത സൺസൈഡിൻ്റെ പൊളിക്കട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 4 ഇഞ്ചിൻ്റെ ബോർഡർ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ബോർഡർ നമ്മളൊന്നും ചെയ്യുന്നില്ല, അതിന് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പൈപ്പുകൾ കംപ്ലീറ്റ് ഇറക്കുന്നത് കേട്ടോ. ഒരു ഫിറ്റിങ്സും നമുക്ക് അടിയിൽ വരില്ല, നേരെ സ്ട്രൈറ്റ് ആയിട്ട് അടിഭാഗത്തെ തറയിൽ നിന്ന് നേരെ ടാങ്കിൻ്റെ മുകളിൽ വരക്ക് ഒരു ഫിറ്റിങ്സും ഇല്ലാതെ നേരിട്ട് നമുക്ക് കയറ്റാൻ പറ്റും. ഒരുപാട് ഫിറ്റിങ്സ് ലാഭമാവും, ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ കിട്ടും, ബ്ലോക്ക് ആവില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.